നമസ്കാരം. പാകിസ്ഥാനികൾക്ക് യുദ്ധമില്ലാത്ത സമാധാനം നിലനിൽക്കുന്ന ഒരു ലോകത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഇനി കളി നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി യുദ്ധക്കൊതി മൂത്ത് പാകിസ്ഥാനികൾ ഒടുവിൽ ഇന്ത്യ വിട്ട് പേടിച്ച് ഓടിക്കയറിയത് സിംഹത്തിന്റെ മടയിലേക്കാണെന്ന് മാത്രം പറഞ്ഞുകൂടാ, പ്രസവിച്ചു കിടക്കുന്ന സിംഹത്തിന്റെ മടയിലേക്കാണെന്ന് വേണം പറയാൻ. ചെറുത് കൊടുത്ത് വലുത് വാങ്ങുന്നത് പാകിസ്ഥാനികളുടെ സ്ഥിരം പരിപാടിയാണ്. ഇന്ത്യയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ വഴി കിട്ടിയതിന്റെ ക്ഷീണം മാറ്റി നടുനിവർത്തി നിന്നിട്ടില്ല. അതിനു മുൻപ് അഫ്ഗാനിസ്ഥാന്റെ തലയിൽ കയറാൻ ചെന്നിട്ട് അഫ്ഗാനിസ്ഥാനിലെ സൈനികരെ കൊന്നുതള്ളി എന്ന വീരവാദം വീണ്ടും ഇന്ത്യക്കെതിരെ മുഴക്കിയതുപോലെ പാകിസ്ഥാൻ പറഞ്ഞു തുടങ്ങി. എന്നാൽ അതേസമയം അഫ്ഗാനിസ്ഥാന്റെ സൈനികരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സൈനികർ ജീവനും കൊണ്ട് ഓടിത്തള്ളുന്ന കാഴ്ച കണ്ട് ലോകം മുഴുവൻ ചിരിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 200-ലേറെ താലിബാൻ സേനാംഗങ്ങളും ഭീകരരും കൊല്ലപ്പെട്ടെന്ന അവകാശവാദവുമായാണ് പാകിസ്ഥാൻ വീണ്ടും രംഗത്ത് വന്നു കഴിഞ്ഞത്. ഇനി പാകിസ്ഥാനികൾക്ക് എണ്ണാനും വായിക്കാനും അറിയാത്തതാണോ അതോ പേടിച്ചിട്ട് മുട്ടുവിറച്ചിട്ട് എണ്ണം തെറ്റുന്നതാണോ എന്നറിയില്ല. ഏറ്റുമുട്ടലിൽ 23 പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. നേരത്തെ 58 പാക് സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പാക് സൈന്യം കണക്കുകളുമായി രംഗത്തെത്തിയത്. അഫ്ഗാനിസ്ഥാന്റെ 19 സൈനിക പോസ്റ്റുകളും ഭീകരരുടെ ഒളിത്താവളങ്ങളും പിടിച്ചെടുത്തതായാണ് പാക് സൈന്യം അവകാശപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനി താലിബാനും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അതിർത്തിയിൽ ആക്രമണം നടത്തിയതെന്നും പാക് സൈന്യം അറിയിച്ചു. താലിബാൻ ആക്രമണത്തെ ശക്തമായി ചെറുത്തെന്നും താലിബാന്റെ വിവിധ ഇടങ്ങളിലെ കേന്ദ്രങ്ങൾ തകർത്തതായും പാക് സൈന്യം അവകാശപ്പെട്ടു. അതിർത്തി മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 58 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് നേരത്തെ പറഞ്ഞിരുന്നു. 30-ലേറെ പാക് സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ആക്രമണത്തിനും ഉത്തരം കിട്ടാതെ പോകില്ല എന്നും താലിബാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ 20 അഫ്ഗാനിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടെന്നും താലിബാൻ വക്താവ് അറിയിച്ചു. സ്വന്തം മണ്ണിലെ IS സാന്നിധ്യത്തിന് നേരെ പാകിസ്ഥാൻ കണ്ണടച്ചു എന്നും പാകിസ്ഥാന് ഞങ്ങളുടെ കര വ്യോമാതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്നും പറഞ്ഞ താലിബാൻ അതിനാൽ ഒരു ആക്രമണത്തിന് മറുപടി നൽകാതിരിക്കില്ല എന്നും പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് ഒളിച്ചിരിക്കുന്ന IS അംഗങ്ങളെ പുറത്താക്കുകയോ ഇസ്ലാമിക് എമിറേറ്റ്സിന് കൈമാറുകയോ ചെയ്യണമെന്നും കൂട്ടിച്ചേർത്തു. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങൾക്കും IS ഒരു ഭീഷണിയാണ് എന്നും ബീഹുള്ള മുജാഹിദ് വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന IS ഭീകരരെ നേരത്തെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയിരുന്നതായി താലിബാൻ വക്താവ് പറഞ്ഞു. എന്നാൽ പഷ്തൂൺഖാവായിൽ അവർ പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. കറാച്ചി, ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങൾ വഴി ഈ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ അവർ പരിശീലനത്തിനായി എത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളും ഈ കേന്ദ്രങ്ങളിലാണ് ആസൂത്രണം ചെയ്തതെന്നും അതിന് തെളിവുകളുണ്ട് എന്നും താലിബാൻ വക്താവ് പറഞ്ഞു. തങ്ങളുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറുകയോ വ്യോമാതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ ആരായാലും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്നും ഖത്തറും സൗദി അറേബ്യയും അഭ്യർത്ഥിച്ചതിനാലാണ് പാകിസ്ഥാന് നേരെയുള്ള വ്യോമാക്രമണം തങ്ങൾ നിർത്തിയത് എന്നും സബീഹുള്ള മുജാഹിദ് വ്യക്തമാക്കി. വ്യാഴാഴ്ചയാണ് കാബൂളിലെ 2 ഇടങ്ങളിലടക്കം അഫ്ഗാനിസ്ഥാനിലെ 3 കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇതിനു പിന്നിൽ പാകിസ്ഥാനാണ് എന്നാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ആരോപണം. പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചതായും താലിബാൻ ആരോപിച്ചിരുന്നു. എന്നാൽ അഫ്ഗാനിലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. അതേസമയം പാകിസ്ഥാനെ താലിബാനെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് പാക് അഫ്ഗാൻ അതിർത്തിയിലെ വിവിധ മേഖലകളിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുണ്ടായത്. ഇതിനിടെ പാകിസ്ഥാനി താലിബാൻ എന്ന സംഘടന പാക് പോലീസ് ട്രെയിനിങ് സെന്ററിൽ ഉൾപ്പെടെ ചാവേർ ആക്രമണവും നടത്തി. ലോകം മുഴുവൻ പാകിസ്ഥാന്റെ അഹങ്കാരത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും അഹങ്കാരത്തിന്റെ മുനയൊടിച്ച് കീഴടങ്ങാൻ പാക്കികൾ തയ്യാറായില്ല എങ്കിൽ പാകിസ്ഥാൻ ഒരു ഓർമ്മ മാത്രമായി മാറാൻ ഇനി അധിക കാലതാമസം ഇല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച